കാട്ടാക്കട ആദിശേഖർ കൊലപാതകത്തിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 10 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിനീത് കുമാർ മീഡിയയോടൊപ്പം ചേരുകയാണ്. സർ, ഇതൊരു ഇന്റൻഷണൽ മർഡർ ആണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു വിധി ഉണ്ടായിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ആദ്യം ഇതിനകത്തൊരു അപകട മരണം എന്നുള്ള ഒരു കൃത്യമായിട്ട് മാത്രമേ ആദ്യം പോലീസിന് കാണാൻ കഴിഞ്ഞുള്ളൂ. പോലീസല്ല, മറ്റ് ആർക്കും അതങ്ങനെ തോന്നിയുള്ളൂ. പക്ഷേ ഈ കാറ് ഇട്ട് പ്രതി വെയിറ്റ് ചെയ്ത് ഒരു കൊലപാതകത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിന്ന ആ സമയത്ത് അതിന് ഏകദേശം ഒരു 7-8 മീറ്റർ അപ്പുറത്ത് മാറി മുകളിൽ ഒരു ക്യാമറ അവിടെ ഉണ്ടായിരുന്നു, CCTV ദൃശ്യം. അതൊരു ദൈവത്തിൻ്റെ മൂന്നാം കണ്ണ് പോലെ തോന്നുന്ന തരത്തിൽ അതുണ്ടായിരുന്നു. ആ തെളിവ് ഇത് പുറത്തു വന്നില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇത് വെറും ഒരു അപകട മരണമായി പോയേനെ. മറിച്ച് ഒരു കൊലപാതകമാണെന്ന് തെളിയിക്കാനായിട്ട് ഈ CCTV ദൃശ്യം വളരെ നിർണായകമായിട്ട് അത് കോടതിയിൽ പ്രദർശിപ്പിച്ച് നമുക്ക് തെളിവുകൾ രേഖപ്പെടുത്തി കോടതി. അതുകൊണ്ട് തന്നെ കോടതിക്ക് നേരിട്ട് ഈ ദൃശ്യം, ഈ സംഭവം നേരിട്ട് കണ്ട അതേ രീതിയിൽ തന്നെ കോടതിയിൽ തെളിവ് ലഭിച്ചു. അതാണ് ഈ കേസിൽ നിർണായകമായത്. പ്രതി ആദ്യഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, തനിക്ക് ഈ വാഹനം ഓടിക്കാൻ അറിയില്ല, ഇലക്ട്രിക് വാഹനമാണ്, അങ്ങനെ കുറേയധികം വിചിത്രമായിട്ടുള്ള വാദങ്ങളൊക്കെ ഈ പ്രതി കോടതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്നും മുഖവിലക്കെടുക്കാൻ കോടതി തയ്യാറായില്ല. അല്ല, കോടതിയിൽ പ്രതി പറഞ്ഞ പ്രധാനപ്പെട്ട 3 ഡിഫൻസ് എന്ന് പറയുന്നത്, ഒന്ന്, ഈ വാഹനത്തിന് യന്ത്ര തകരാറായിരുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ് എന്നാണ് ഒന്ന് പറഞ്ഞത്. അതായത് ഈ ഇലക്ട്രിക് കാറിന് അദ്ദേഹം ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് നിന്ന സമയത്ത് വാഹനം മൂവ് ചെയ്തില്ല. പിന്നീട് അദ്ദേഹം അശ്രദ്ധനായിരുന്നതുകൊണ്ട് വാഹനം തനിയെ മൂവ് ചെയ്യുകയും പെട്ടെന്ന് ഈ കുട്ടിയുടെ ഫ്രണ്ടിലെത്തിയപ്പോൾ ബ്രേക്ക് ചവിട്ടിയപ്പോൾ അത് ആക്സിലേറ്ററായി പോയി എന്നുള്ളൊരു വിചിത്രവാദം. പക്ഷേ ഈ വാഹനത്തിന് യാതൊരുവിധ യന്ത്ര തകരാറും ഇല്ല എന്നുള്ളത് പ്രോസിക്യൂഷന് തെളിയിക്കാനായിട്ട് പല കാരണങ്ങളുകൊണ്ടും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ വിശദമായിട്ട് പരിശോധിപ്പിച്ച് അത് യാതൊരു യന്ത്ര തകരാറും സോഫ്റ്റ്വെയർ തകരാറും ഇല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാനും കഴിഞ്ഞു. കൂടാതെ ഈ സംഭവത്തിന് ശേഷം 3 മിനിറ്റിനുള്ളിൽ പ്രതി തന്നെ ഈ വാഹനം എടുത്തുകൊണ്ട് അവിടുന്ന് പോകുന്ന ദൃശ്യവും കോടതിക്ക് ഇതിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും കുടുംബം ആഗ്രഹിച്ചതുപോലെ ഒരു വിധി ഉണ്ടായത് പ്രോസിക്യൂഷൻ സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. 14 വയസ്സായ ഒരു കുട്ടിയെ നിഷ്കരണം ഇങ്ങനെ ക്രൂരമായി കൊലപ്പെടുത്തിയ അത് അവർക്ക് ആ കുട്ടിയുടെ എത്ര ശിക്ഷ കിട്ടിയാലും അവർക്ക് അവർക്ക് അത് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുമോ? ആ കുട്ടി വളരെ മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. എല്ലാത്തിനും, കളിയിലും പഠനത്തിലും ക്വിസ് മത്സരങ്ങളിലും അതുപോലെ പല ചാനലുകൾ നടത്തിയ എല്ലാ പരിപാടികളിലും ഒക്കെ അത് 1-ാം സ്ഥാനത്ത് നിന്ന നല്ലൊരു പൗരനായി രാജ്യത്തിനൊരു സേവനം കിട്ടാനുള്ള ഒരു കുട്ടിയാണ് ഈ ക്രൂരമായ കൊലപാതകത്തിലൂടെ നമുക്ക് സമൂഹത്തിന് നഷ്ടപ്പെട്ടത്. എന്തായാലും പ്രോസിക്യൂഷന് ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്, സന്തോഷവുമുണ്ട് ഇങ്ങനൊരു വിധി ഉണ്ടായതിൽ. തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ ഒരു നീതി നിർവഹണത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു വിധി വന്നതിൽ സംതൃപ്തിയുണ്ട്.